എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ ഇപ്പോഴത്തെ വിധി ഈ വ്യക്തി മുൻകൈയെടുത്ത് മാറ്റി എഴുതുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഇഷ്ടമുള്ളൊന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ ണ എന്ന ഫയൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ആ വ്യക്തി മുൻകൈയെടുത്ത് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. ആ വ്യക്തിയുടെ തീരുമാനപ്രകാരം, ആ വ്യക്തിയുടെ മനോഭാവത്താൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിലുണ്ടായിരുന്നു. നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണമായി. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ അവഗണിച്ചിരുന്ന സാഹചര്യം മാറുന്നു. നിങ്ങൾക്ക് തന്നെ ഒരുപാട് ദുഃഖവും ഒരുപാട് വിഷമവും ഒക്കെ തോന്നിയ ഒരു സാഹചര്യമാണ്. ആ വ്യക്തി നിങ്ങളെ അവഗണിക്കുകയും നിങ്ങൾക്ക് നൽകേണ്ട സംരക്ഷണവും നിങ്ങൾക്ക് നൽകേണ്ട സ്നേഹവും ആ വ്യക്തി നൽകാതെ ആയൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരുപാട് വിഷമം തോന്നും. എന്തുകൊണ്ട് ആ വ്യക്തി എന്നോട് ഈ നിലപാട് സ്വീകരിക്കുന്നു? ഇപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന ഓരോരുത്തരുടെയും പ്രണയ ജീവിതത്തിൽ നിങ്ങളെ പ്രണയിക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പ്രണയിക്കുന്ന, നിങ്ങൾ ആരിൽ നിന്നാണോ പ്രണയം ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ചില കാര്യങ്ങൾ നിങ്ങളെ ദുഃഖത്തിലാഴ്ത്തി. ദുഃഖത്തിലാഴ്ത്തിയ ആ കാര്യം, അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് തവണ ആലോചിച്ചപ്പോൾ വിഷമം തോന്നി. ഞാൻ ആരെയാണോ സ്നേഹിക്കുന്നത്, ഞാൻ ആരെയാണോ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി തന്നെ എന്നോട് ആത്മാർത്ഥത കാണിക്കാത്ത ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ ആ പ്രണയത്തിൽ നിന്ന് പിന്മാറാനും നിങ്ങളുടെ മനസ്സ് നിങ്ങളെ അനുവദിച്ചില്ല. കാരണം നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾ, നിങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ, ആ വ്യക്തിയുടെ സ്നേഹം, ആ വ്യക്തിയുടെ ഇഷ്ടം, അത് നഷ്ടപ്പെട്ടുകൊണ്ട് പിന്നെ എന്താണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ളത്? അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ദുഃഖം തോന്നിയ ദിവസം. പക്ഷേ നിങ്ങൾക്കിനധികം ആ ദുഃഖങ്ങളുമായി മുന്നോട്ട് പോകേണ്ടി വരില്ല. കാരണം ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കും. ആ വ്യക്തി ഏത് തീരുമാനം എടുക്കാതിരുന്നതിനാലാണോ നിങ്ങൾക്ക് ദുഃഖമുണ്ടായത്, വിഷമമുണ്ടായത്, ആ തീരുമാനത്തിലേക്ക് ആ വ്യക്തി എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ആ വ്യക്തി എടുക്കുന്നു. അത് നിങ്ങൾക്ക് സ്വപ്നതുല്യവുമായിരിക്കും. അടുത്തതായിട്ട് ഷ എന്ന ഈ ഫയലായി തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ ഇപ്പോഴുള്ള വിധി ആ വ്യക്തി മുൻകൈയെടുത്ത് മാറ്റുകയാണ്. ഒരിക്കലും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾ വിചാരിച്ചില്ല. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ പെട്ടെന്ന് നിങ്ങൾക്ക് അനുകൂലമായൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. അത് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ സമ്മർദ്ദഫലമായാണ്. ആ ശക്തി ആ വ്യക്തിയോട് ആദ്യമായിട്ട് നിങ്ങളെ പ്രണയിക്കാനും നിങ്ങളെ ഇഷ്ടപ്പെടാനും കൽപ്പിക്കുകയാണ്. ഇതുവരെ ആ വ്യക്തിക്ക് തോന്നാത്തൊരിഷ്ടം നിങ്ങളോട് ആ വ്യക്തിക്ക് തോന്നുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ സംശയവും അത്ഭുതവും ഒക്കെ ഉണ്ടാവും. എന്തുകൊണ്ട് ഇത്രയും കാലം എന്നെ അവഗണിച്ചൊരു വ്യക്തി, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തി എന്നെ സ്നേഹിക്കുന്നു? അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥ സ്നേഹത്തെ തിരസ്കരിച്ചു കൊണ്ടുപോയ ആ വ്യക്തി സ്വാർത്ഥതയ്ക്ക് വേണ്ടി അപ്പപ്പോഴായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ച ചില ആളുകളുടെ കെണിയിൽ നിന്നും രക്ഷപ്പെട്ടുന്നൊരവസ്ഥയുണ്ടായി. അവർ ആ വ്യക്തിയെ തക്കം കിട്ടിയപ്പോൾ കൃത്യമായി ചതിച്ച്, വഞ്ചിച്ച്, ഒറ്റപ്പെടുത്തി. ആ സമയത്താണ് ആ വ്യക്തി നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് അറിയുന്നത്. നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി തൻ്റെ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി. താൻ ആരെയാണോ ആത്മാർത്ഥമായി സ്നേഹിച്ചത് അവർ തന്നെ ചതിക്കുകയും തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച വ്യക്തിയെ അവഗണിക്കുകയും ചെയ്തു. അതിൻ്റെ പ്രതിഫലം തനിക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ആ വ്യക്തി ആദ്യമായിട്ട് നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കുകയും നിങ്ങൾക്കൊപ്പമുള്ള ജീവിതം ആസ്വദിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. ആ വ്യക്തിക്ക് ഇപ്പോഴാണ്
യഥാർത്ഥ സ്നേഹത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ജീവിതത്തിൽ ആ വ്യക്തി മനസ്സിലാക്കിയ ഈ പാഠം ആ വ്യക്തിയെ നിങ്ങളിലേക്ക് അടുപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും നിങ്ങളുടെ കരുതലുമാണ് ഏറ്റവും ശാശ്വതമായി ഉള്ളത് എന്നിപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നു. ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം ലഭിച്ചത് നിങ്ങളെ പിന്താങ്ങുന്ന ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ്. ഇപ്പോൾ കൃത്യമായി ആ ശക്തി നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പ്രണയം യാഥാർത്ഥ്യമായത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് നിങ്ങളുടെ ശക്തി ആ വ്യക്തിയെ നിങ്ങൾക്ക് അനുകൂലം ആക്കിയതാണ്. അതല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിപ്പോഴും ദുഃഖിക്കുമായിരുന്നു. ആ വ്യക്തി ഇപ്പോഴും നിങ്ങൾക്ക് അന്യമായ ഒരു വ്യക്തിയായി മാറുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ആ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശക്തി ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. യഥാർത്ഥ സ്നേഹത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.